NSS, SNDP ഈ രണ്ട് സംഘടനകളല്ല, ഈ സംഘടനയുടെ നേതൃത്വം വളരെ മോശമായുള്ള ഒരു സമീപനമാണ് BJPയോട് സ്വീകരിക്കുന്നത്. BJP നേതാക്കളാണെങ്കിൽ ഇവരെ വിമർശിക്കാൻ, കത്തോലിക്ക സഭയിലെ ഈ ബിഷപ്പുമാരെയൊക്കെ വിമർശിക്കാൻ എങ്ങനെയാണോ മടിക്കുന്നത്, അതുപോലെ തന്നെ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയൊക്കെ വിമർശിക്കാൻ BJP നേതൃത്വം ഒരിക്കലും തയ്യാറാകുന്നില്ല. പലപ്പോഴും ഇവരെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങളൊക്കെ നേരിടുമ്പോൾ അവർക്കൊപ്പം നിലയുറപ്പിക്കാൻ, അവരെ ഡിഫെൻഡ് ചെയ്യാനും BJP നേതാക്കൾ മുൻപന്തിയിൽ ഉണ്ടാകാറുണ്ട്. അപ്പം ഈ രണ്ട് സംഘടനാ നേതൃത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടും BJP ഒരു പുനഃപരിശോധന നടത്തേണ്ട സമയമായെന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരം സംഘടനകളെ അമിതമായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ BJPക്ക് ഇവിടെ അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവരുടെയൊക്കെ, അതായത് ഈ സഭാ നേതൃത്വമാണെങ്കിലും അല്ലെങ്കിൽ SNDPയുടെ NSSൻ്റെയൊക്കെ നേതൃത്വത്തിന് വ്യക്തമായുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട്. അപ്പം അതുകൊണ്ട് BJP ഒരു പുനഃപരിശോധന മൊത്തത്തിൽ BJPയുടെ ടാക്ടിക്സിൽ പയറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും BJPക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം കേരള പൊളിറ്റിക്സ് ബൈപോളർ എന്നുള്ള രീതിയിൽ നിന്നൊരു ട്രൈപോളറായിട്ട് മാറിയിരിക്കുന്നു. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. BJPക്ക് ഇത്തവണ MLA-മാരുണ്ടാവും, നിയമസഭയിൽ അവർക്ക് പ്രാതിനിധ്യമുണ്ടാവും. ഏകപക്ഷീയമായിട്ട് പ്രമേയങ്ങളൊന്നും പാസ്സാക്കാൻ ഇനി സാധിക്കില്ല എന്നതാണ് ഒരു വസ്തുത.